ചില പടങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും നന്നായിട്ട് ഏറ്റെടുക്കും. കാരണം ആ സിനിമകൾ നമുക്ക് നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം കൊണ്ടാണ്. അങ്ങനെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമ. മഞ്ഞുമൽ ബോയ്സ് സിനിമ അത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ എന്ന് പറയുമ്പോൾ അതിലെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആസ്പെക്റ്റാണ്. കാരണം ഫ്രണ്ട്ഷിപ്പ് പലർക്കും പല രീതിയിലായിരിക്കും അനുഭവപ്പെടാറ്. ഇപ്പോൾ ചിലവർക്ക് ഉണ്ടാകുന്ന ടൈപ്പ് ഫ്രണ്ട്സിന് ആയിരിക്കുക, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കുക, അവരുടെ സിറ്റുവേഷൻസ് ആയിരിക്കുക, അവർ കടന്നു പോയിട്ടുള്ള അനുഭവങ്ങൾ. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൽ ആ ഒരു ഒരു സർവൈവൽ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയാണ് കാണിക്കണത്. അപ്പോൾ അത് മേ ബി പലർക്കും ചിലപ്പോൾ സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അപ്പോൾ അതുപോലെയാണ് വാഴ, അല്ലെങ്കിൽ വാഴ 1 വാഴ 2 സിനിമ. വാഴ 1 സിനിമയിൽ കാണിക്കുന്ന മാതാപിതാക്കളുടെ പ്രതീക്ഷക്കത്ത് ഉയരാത്ത പിള്ളേരുടെ കഥയാണ്. അവർ പിന്നീട് കോളേജിൽ പോകുന്നു, പിന്നീട് അവൻ്റെ ഒരു അൺഎംപ്ലോയിഡ് ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു, പിന്നെ അവർക്ക് എന്ത് സംഭവിക്കുന്നതാണ്. വാഴ 1 അങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്. അവസാനം അവർ ബിസിനസ് ചെയ്യുന്നു. അങ്ങനെയാണ് വാഴ 1 എൻഡ് ചെയ്യുന്നത്. വാഴ 2 കാണിക്കുമ്പോൾ കുറേയും കൂടി നമ്മുടെ പിള്ളേരുടെ ഡ്രഗ്സിൻ്റെ ഇഷ്യൂ, അവർക്ക് എങ്ങനെ ഡ്രഗ്സ് കിട്ടുന്നു, അവർക്ക് പിന്നീട് പഠിത്തത്തിൽ അവർക്കുണ്ടാവുന്ന, നാട്ടിൽ അവർക്കുണ്ടാവുന്ന പേര്, ആ പേര് മാറ്റാൻ വേണ്ടി അവർ അബ്രോഡ് പോകുന്നതൊക്കെയാണ് ഇതത് കാണിക്കണം. ഒരു ട്രെയിലർ കണ്ടവർക്ക് അറിയാം. ഏതായാലും സിനിമ ഇതോടുകൂടി എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു. ഞാൻ കാണാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ കണ്ടത് പത്മേരാണ് സ്ക്രീൻ 1. സിനിമ ഹൗസ്ഫുൾ ആയിരുന്നു കേട്ടോ. എടുത്തു പറയേണ്ട സംഭവം ഹാഷിർ ആൻഡ് ഗ്യാങ്. റീൽസ് ഇട്ട് തുടങ്ങിയ ആൾക്കാർ, അവരെ അസൂയപ്പെട്ടിട്ടോ അവരെ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ദേ ഡിസേർവ്ഡ്. അവർക്ക് വേണ്ടത് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവൻ്റെ ആ പെർഫോമൻസ് ശരിക്കും റീലും അതുപോലെ സിനിമയും തമ്മിൽ ഒരു വ്യത്യാസം. നമുക്ക് റീല് കാണിക്കുന്ന പോലത്തെ ഒരു എക്സാജറേഷൻ നമുക്ക് ഒരിക്കലും, ഇപ്പോൾ റീൽ എന്ന് പറയുമ്പോൾ 30 സെക്കൻഡുകൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ മീഡിയമാണ് റീൽ. പക്ഷേ സിനിമ അതുപോലെയല്ല. സിനിമയ്ക്കകത്ത് ഒരുപാട് എക്സാജറേറ്റ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ എക്സാജറേറ്റ് ചെയ്യേണ്ട സിനിമയിൽ ആണെങ്കിൽ അങ്ങനെ ചെയ്യും വേണം. പക്ഷേ ശരിക്കും നമുക്ക് ആ ഒരു വ്യത്യാസം, ശരിക്കും ഇതിൻ്റെ അകത്ത് ഹാഷിർന്ന് തന്നെ വേറൊരു ക്യാരക്ടറായിട്ടാണ് വന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ അത് സെയിം മെറ്റാ റെഫറൻസ്, അതിൽ റെഫറൻസ് ഡയലോഗൊക്കെ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് എങ്ങനെ ഈ ഇവരുടെ +2 ജീവിതത്തിൽ ഇവർക്ക് ഇപ്പോൾ നമ്മൾ ആണുങ്ങൾക്ക് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കുടുംബത്തിലെ മൂത്ത മകൻ റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ എങ്ങനെ ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാവരും അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവൻ്റെ സ്ട്രെസ്സ്, അവൻ്റെ ഒരു വിദ്യാഭ്യാസം, ആ ഒരു അൺഎംപ്ലോയിഡ് സിറ്റുവേഷൻ, അതൊക്കെ സിനിമയിൽ നല്ലപോലെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വിപിൻ ദാസിൻ്റെ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ വിപിൻ ദാസ് ഒരുപാട് ഇഷ്യൂസ് പുള്ളി സിനിമകളിലൂടെ കവർ ചെയ്യും. ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ്, സോഷ്യോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളെല്ലാം പുള്ളി സിനിമയിലൂടെ വളരെ നൈസായിട്ട് സട്ടിലായിട്ട് ഒരു കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നുണ്ട് ഈ സിനിമയ്ക്കകത്ത്. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് ഒരു സ്കൂളിലെ പ്ലേ ഗ്രൗണ്ടിൻ്റെ അകത്ത് ബസ് പാർക്ക് ചെയ്ത് അതെങ്ങനെ പാർക്ക് ചെയ്തെന്ന് പറയുന്ന ഒരു സംഭവം അത് കാണിക്കുന്നുണ്ട്. പല സ്കൂളുകളിൽ അതാണ്. ഇപ്പോൾ പിള്ളേരെ പ്ലേ ഗ്രൗണ്ടിന് മുമ്പിൽ തന്നെ ബസ് പാർക്ക്. അപ്പോൾ അവിടെ തന്നെ അവർക്ക് ഒരു സ്പേസ്, അവർക്ക് ഏറ്റവും കളിച്ച് വളരേണ്ട പ്രായം എന്നൊക്കെ പറയുന്ന ആ ഒരു സ്പേസ് അവിടെ തന്നെ നഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് വേറെ ഒരു ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റോ ഒന്നും ഇല്ലാത്ത സമയത്ത് സ്ട്രെസ്സായി എങ്ങനെയാണ് അവർ ഡ്രഗിലോട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ എങ്ങനെയാണ് അവർക്ക് ഉണ്ടാകാമെന്ന് ഈ സിനിമയ്ക്ക് അത് നല്ലപോലെ വിപിൻ ദാസ് അത് കാണിക്കുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് അൽഫോൺസ് പുത്രൻ വരുന്നത്. അൽഫോൺസ് പുത്രൻ്റെ ക്യാമിയോ വാസ് ലൈക്ക് ഒരു മെറ്റാ അപ്പിയറൻസ് ആണ്. അത് അങ്ങനെ തന്നെ അൽഫോൺസ് പുത്രൻ ഒരു പ്രേമ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് പ്രേമത്തിനകത്തെ പ്രശ്നമൊക്കെ ചോദിക്കുന്ന ട്രെയിലർ കണ്ടാണ്. പിന്നെ ഈ സിനിമയ്ക്ക് അഭിനയിച്ച എല്ലാവർക്കും അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സീനോ അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ തന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രശ്നങ്ങളും ആ ഒരു ക്യാരക്ടറിന് എന്താണ് ആ ക്യാരക്ടർ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അറിയാലോ, സർക്കാസ്റ്റിക് ആകുന്ന സാധനങ്ങളുണ്ട്. വിപിൻ ദാസ് ആയതുകൊണ്ട് ജെ ഹേലും എൻ്റെ സംഘികളെയൊക്കെ കളിയാക്കുന്ന സാധനം ഇതിൻ്റെ അകത്തും ചെറിയ രീതിയിലൊരു സാധനമുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമ്മേളനം, ഇതിനെയൊക്കെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട് സിനിമയ്ക്കകത്ത്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ദേവരാജ് നല്ല പെർഫോമൻസ്, അജിൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിസ്കോ രവീന്ദ്രൻ്റെ അകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പുള്ളി. എന്താ ഒരു വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വാട്സാപ്പ് അമ്മാവൻ ടൈപ്പ് ക്യാരക്ടറാണ്. ബ്രോ എന്നൊക്കെ വിളിച്ചെടുക്കുന്ന അങ്ങനത്തെ ഒരു അമ്മാവനെ നമുക്ക് കാണാറുണ്ടല്ലോ നാട്ടിൽ. അപ്പോൾ അതുപോലത്തെ അത്തരം ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അവരിലെ മുന്തിയനം എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളാണ് ഇതിൻ്റെ അകത്ത്. പുള്ളിയുടെയും അജിൻ ജോയുടെയും ചില സീനുകളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഇവർ അബ്രോഡ് പോകുന്നു. പിന്നീട് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, യൂത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് അങ്ങനെ പെടാറുണ്ട്. അവിടെ ചെന്നിട്ട് അവർ വിചാരിക്കുന്ന ഒരു കോളേജിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഒന്നും അവർക്ക് മീറ്റ് ചെയ്യാതെ വരുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ വളരെ കുറച്ച് സിനിമയുടെ എഡിറ്റിംഗ് തന്നെ എടുത്തു പറയണം. കണ്ണൻ എന്ന ഒരാളാണ് ഇതിൻ്റെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്.
അടിപൊളിയായിട്ട് പ്രത്യേകിച്ച് ചില ഇന്റർ കട്ട്സ് ഒക്കെ ഉണ്ട്. മറ്റേ കല്യാണം പാലുകാച്ചൽ എന്ന് പറയുന്ന പോലത്തെ ചില ഇന്റർ കട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത എഡിറ്റിംഗ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ അഖിൽ ലൈലാസുരൻ. ഇലക്ട്രോണിക്കലി അതുപോലെ രജത് പ്രകാശം, ഒരുപാട് പേരാണ് മ്യൂസീഷ്യൻസ്. കിടിലം മ്യൂസിക്. പിന്നെ സിനിമ ഭയങ്കര ഒരുപാട് ഫസ്റ്റ് ഹാവിൽ മിക്ക സീനിലും ഒരുപാട് സോങ്സ് ഉണ്ട് സിനിമയിൽ. പക്ഷെ ആ സോങ്സിന്റെ ഫ്ലോയിലാണ് സിനിമ പോകുന്നത്. എഡിറ്റിംഗ് ശരിക്കും ആ സോങ്സ് ശരിക്കും സിനിമയിൽ, പ്രത്യേകിച്ച് കൊച്ചു കേരളം എന്ന സോങ് എനിക്ക് ആദ്യം കേട്ടപ്പോൾ അത്ര ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഈ സിനിമയിൽ അത് കേൾക്കുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ബിജുക്കുട്ടൻ അടിപൊളി പുള്ളി ചേട്ടൻ. ബിജുക്കുട്ടൻ ചേട്ടൻ അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുധീഷ്, അലൻ്റെ ഫാദറായിട്ട് വരുന്ന സുധീഷാണ്. പിന്നെ നമ്മുടെ അജിനും ദേവരാജും ഇതിൻ്റെ അകത്ത് ബ്രദേഴ്സാണ്. അജിൻ്റെ പേര് അജിൻ, എല്ലാവർക്കും അവരുടെ സെയിം പേര് തന്നെയാണ്, മയിലൊന്നും മാറിയില്ല. പിന്നെ അങ്കിത് മേനോൻ മ്യൂസിക് സൂപ്പർവിഷൻ ചെയ്തിട്ടുണ്ട്. അങ്കിത് മേനോൻ. പിന്നെ മ്യൂസിക് സൂപ്പർവൈസർ അങ്കിത് മേനോൻ ആണ്. പിന്നെ അതുകൂടാതെ ഒരുപാട് മ്യൂസീഷ്യൻസ് സിനിമയ്ക്കകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടുകളൊക്കെ ഒരു രക്ഷയില്ലാത്ത പാട്ടുകളാണ്, അടിപൊളി പാട്ടുകൾ. നല്ല ഒരു സിനിമയുടെ ഒരു ഫ്ലോയിൽ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദ ക്യാമിയോ, ദ OG വാഴാസ്, ഞാൻ പറയുന്നില്ല, ഓൾറെഡി എല്ലാവർക്കും അറിയാം ഈ സിനിമയ്ക്കകത്ത് അവൻ്റെ ഒരു ക്യാമിയോ അപ്പിയറൻസ്. ബട്ട് സ്റ്റിൽ അത് അറിഞ്ഞിട്ട് പോയി കണ്ടിട്ട് എനിക്കത് ഭയങ്കര സർപ്രൈസിങ് പോലെ ഒരു ഫീലാണ് കിട്ടും. മറ്റു രസമായിരുന്നു. പ്രത്യേകിച്ച് ബനാനയുടെ ഒരു സാധനം, അത് അത് പറയേണ്ട ഒരു സാധനമാണ്. അത് അടിപൊളി. ബനാനയുടെ ഒക്കെ ഒരു ഇത് OG വാഴ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു ഗ്യാങ് തന്നെ പറയാം. ശരിക്കും ഒരുപാട് പേര് അവരെ ഭയങ്കര ഹേറ്റ് ചെയ്യുന്നുണ്ട് ഈ വാഴ ഫസ്റ്റിൽ അവൻ്റെ പെർഫോമൻസ് പോരാത്തതുകൊണ്ട്. ലൈക്ക് അതൊരു ഫോസ്റ്റ് ഹേറ്റ് ആയിട്ട് മാത്രമേ തോന്നുന്നു. പിന്നെ ഹാഷിർ ആൻഡ് ഗ്യാങ് ഒരുപാട് ഈ റീൽസിലൂടെ വന്ന ആളുകൾക്ക് പൊതുവെ ഒരു പുച്ഛം ഉണ്ടാകാറുണ്ട്. അത് കുറച്ച് ആളുകൾക്ക് ഭയങ്കര അസൂയായിട്ട്. പക്ഷെ ഈ സിനിമ എന്തായാലും ആൾക്കാർ ഏറ്റെടുത്ത്, അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹാഷിറും പിള്ളേരും ഇനി അങ്ങോട്ടും മലയാള സിനിമയിൽ അവർ ഓരോരോ സിനിമകളായിട്ട് നമ്മൾ കാണും. അതിനുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനിയും ഈ ഫ്രാഞ്ചൈസി ഇനിയും കൊണ്ടുവരണം. വാഴ 3, വാഴ 4 അങ്ങനെ വരണം. അപ്പോൾ അങ്ങനെ ഒരു കൊണ്ടുവരുമ്പോൾ ഒരുപാട് പുതിയ ഫേസസുകൾ, ഹാഷിർ ഗ്യാങ് പോലെ, വാഴ 1 പോലെ ജോമോൻ ജൂതർ, സിജു സണ്ണി, ഇവരെയൊക്കെ പോലെ തന്നെ ഇനിയും ഒരുപാട് പേര് സിനിമയിൽ കൊണ്ടുവരാൻ സാധിക്കും. സോ ഒരിക്കലും നിർത്തരുത്. ഈ ഒരു ഫ്രാഞ്ചൈസിൽ ഇനിയും യൂണിവേഴ്സൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് ക്യാമിയോസ് ഇതിൻ്റെ അകത്തുണ്ട്. അവരുടെയൊക്കെ പ്ലേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക. ഈ ഒരു വിഷു ഈസ്റ്റർ സമയം വാഴ 2 തൂക്കി തന്നെ പറയാം. അപ്പോൾ നിങ്ങളായിരിക്കും സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.